അനന്യയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ നന്ദുവിനെ കണ്ടിട്ടാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, എന്നെ തല്ലിയത് ഏത് കൊമ്പത്തെ ആളായെങ്കിലും എന്നെ തല്ലിയ അവനെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഏത് കൊമ്പത്തെ ആളായാലും ശരി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്ദുവിനാണെങ്കിൽ ഇതിൻ്റെ സീരിയസ്നെസ് അറിയാവുന്നത് കൊണ്ട് നമ്മളെ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ വേണുവൊക്കെ വീട്ടിൽ ചെന്നതിന് ശേഷം വേണുവൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്തായാലും ഇനി ആ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങും, നമുക്കിതൊരു നമുക്കൊക്കെ ശീലമായതുകൊണ്ട് നമുക്കൊന്നും അതൊരു പ്രശ്നമില്ല. എന്തായാലും ആ വീട്ടുകാർക്ക് ഇനി അതൊരു ശീലമൊന്നും അവർക്കല്ലാത്തതുകൊണ്ട് അവർ നല്ലതുപോലെ അവർ കിടന്ന് വിഷമിക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് മൂന്നോരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്ന നമ്മൾ അനന്തപുരിയിലാണ് കേട്ടോ. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ജലജയാണെങ്കിൽ നമ്മളെ അനിയെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട്, അബി നീ ഇത് കണ്ട, ഇവനാണെങ്കിൽ ഇപ്പോൾ വീട്ടിലെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കത്തില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇവൻ നടക്കുക, പിന്നെ ആണെങ്കിൽ ബാക്കിയുള്ളവർ കയ്യിൽ നിന്ന് അടിയും മേടിച്ചിട്ടൊക്കെ ഇവൻ നിൽക്കുക, കണ്ട ഇവൻ്റെ വയറൊക്കെ കണ്ട അങ്ങ് ഒട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജലജയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ അനിയെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അനി ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അനിയാണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അപ്പച്ചിയുടെ ഈ ഇരട്ടത്താപ്പാൻ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അനാമികയെക്കുറിച്ച് നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്യും, പിന്നെ അത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അനാമികയെക്കുറിച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ അപ്പച്ചി എന്നൊക്കെ നമ്മൾ അനി ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ജലജയാണെങ്കിൽ അറിയാമല്ലോ, അമ്മയും മോനും കൂടെ എല്ലാ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുമല്ലേ, അനാമികയൊക്കെ പോയി എരിയേറ്റിയിട്ട് നമ്മൾ ആ അനിയെ പോലീസൊക്കെ പിടിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി കേസൊക്കെ കൊടുക്കാൻ അവർക്കൊക്കെ ഒത്തൊക്കെ നിന്നേല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള സൂചിപ്പിക്കായിരിക്കും നമ്മൾ ആ അനിക്ക് ഇങ്ങനെ ജ്യൂസും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ